ഇപ്പോൾ 75 വർഷമാകുന്നല്ലോ ഭരണഘടന. ഇപ്പം നമ്മുടെ ഭരണഘടനയെ എടുത്തിട്ട് ചവിട്ടി പതിക്കാനും ഒക്കെ തയ്യാറായി മുമ്പോട്ട് വരുന്ന ആളുകളുണ്ട്. അവരിതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 389 അംഗങ്ങളാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ളത്. അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് രൂപീകരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഇതുപോലെ ഭരണഘടന വേണം എന്നുള്ളത് അവർ ബ്രിട്ടീഷുകാരെടുത്ത തീരുമാനം തന്നെയാണ്, ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നുള്ളത്. ആ ഭരണഘടനയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നു. അതിനകത്ത് ബ്രിട്ടീഷുകാരല്ല, മുഴുവൻ ഇന്ത്യക്കാരാണ് ഉള്ളത്. അന്ന് അറ്റ്ലി, അതായത് അന്നത്തെ ആറ്റ്ലി, ക്ലെമൻ്റ് ആറ്റ്ലി, അതായത് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതുപോലെ പല നാട്ടുരാജ്യങ്ങളും വിഭിന്നങ്ങളായ ആശയങ്ങളും ഉള്ള ആളുകളും വിഭിന്ന മതങ്ങളും വിഭിന്ന അതായത് ഭാഷകൾ സംസാരിക്കുന്നവരും എല്ലാം കൂടെ ഉള്ള ഒരു അവിയൽ പരുവത്തി ഒരു രാജ്യം തട്ടിക്കൂട്ടിയെടുത്താൽ അത് നിലനിൽക്കത്തില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നതോടുകൂടിയാണ് ഇതെല്ലാം ഒന്നായിട്ട് നിലനിൽക്കുന്നത്. അതൊന്നും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇന്നേ അടിച്ചു പിരിഞ്ഞു പോയരെ ഇതാർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇതിനകത്ത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഉദാഹരണമായിട്ടിപ്പോൾ ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിലെ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായ തുല്യത തരുന്നെങ്കിലും സാമൂഹികവും സാമ്പത്തികമായ തുല്യത ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്, ഞാനല്ല. അദ്ദേഹം പറഞ്ഞാണ് ഈ രാഷ്ട്രീയ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിയും, അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇലക്ഷനിലൂടെ അവർ പുറത്താക്കപ്പെട്ട അടുത്ത ഗവൺമെൻറ് വരുന്നു. ഒരു തർക്കവും പറയാതെ ഇവിടെ അധികാരം ഒഴിഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഒരു പ്രശ്നമില്ല. അധികാരം ഒഴിഞ്ഞില്ലെങ്കിലോ? ഈ കാര്യബോധവും മര്യാദയും മാന്യതയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിലെ ജനാധിപത്യം നിലനിർത്തുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ തവണ ട്രംപ് പരാജയപ്പെട്ടപ്പോൾ, ബൈഡൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ, അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല എന്ന് ട്രംപ് പറയാൻ തയ്യാറായതാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ബൈഡൻ അങ്ങനെ പറയുന്നില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് എന്നെ ബോധ്യപ്പെട്ട് കാണാം. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, 389 അംഗങ്ങളുള്ള ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതിൻ്റെ തലവനായിട്ട് ഇരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ആ ഭരണഘടനയുടെ ചർച്ചയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതായത് ഈ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് അതിൻ്റെ ആദ്യ സെഷനിൽ 5-ാം ദിവസമാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. വളരെ പഠിച്ച് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം യഥാർത്ഥത്തിൽ വളരെ പ്രകീർത്തിക്കപ്പെടുകയുണ്ടായി. പിന്നെ അത് അതേപോലെ തന്നെ അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ആ പ്രമേയം ഒബ്ജക്റ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒബ്ജക്റ്റീവ്സ് കണക്കാക്കിയാണ്, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ അത് കണക്കാക്കിയാണ് ഈ ഭരണഘടന പിന്നെ വന്നിട്ടുള്ളത്. ഈ 389 അംഗങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരിതുണ്ടാക്കുന്നത്. ഏതാണ്ട് 2 വർഷവും 11 മാസവും 8 ദിവസവും ഇതിൻ്റെ ചർച്ച ഉണ്ടായിരുന്നുള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ടാണ് അത് ചെയ്തേക്കുന്നത്. ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളിലെയും ഭരണഘടനയിലെ അതിൻ്റെ അന്തസത്ത തത്വങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിന് യോജിച്ച തത്വങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മൗലികാവകാശങ്ങൾ, പിന്നെ അതേപോലെ ബാധ്യതകൾ, പൗരൻ്റെ ബാധ്യതകൾ, ഇതെല്ലാം, അതുപോലെ തന്നെ ഈ ഇക്വാളിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ, ഇതൊക്കെ വന്നേക്കുന്നത് പല ഭരണഘടനയിലെയും തത്വങ്ങളാണ് വന്നേക്കുന്നത്. ഇത് എല്ലാം വിശദമായിട്ട് പഠിച്ച് അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുപാട് ഇതിന് ഇതിൽ പ്രാധാന്യം വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതേപോലെ തന്നെ ഈ 389 അംഗങ്ങളിൽ നിന്ന് കുറേ പേര് പിന്നെ പിരിഞ്ഞുപോയി. അതായത് ഇന്ത്യയും വിഭജനത്തിന് ശേഷം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഉള്ള വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രവിശ്യ എന്നും ആ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് 299 അംഗങ്ങളാണ് അവശേഷിച്ചത്. അവർ വളരെ പ്രമുഖരായ ആളുകളാണ് അതിൽ വന്നേക്കുന്നതൊക്കെ. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, വളരെ മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ നിർമ്മാണ സഭയിൽ വന്നേക്കുന്ന അവരൊക്കെയാണ്. അവരിത്രത്തോളം കഷ്ടപ്പെട്ട്
നിർമ്മിച്ച ഒരു ഭരണഘടനയാണ്. ചർച്ച ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ഓരോ പ്രൊവിഷനും വളരെയധികം കൂലങ്കക്ഷമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ് ഇതിനകത്ത്. അത് അവസാനം ഇത് നടപ്പിൽ വരിക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. അത് നടപ്പിൽ വന്നപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് മാറി. അതിനകത്ത് ഡോക്ടർ BR അംബേദ്കറുടെ സംഭാവനകളെന്ന് പറയുന്നത് വളരെ വിലമതിക്കേണ്ടതാണ്. ബി എൻ റാവു എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരട് തയ്യാറാക്കുന്നത്. ഈ ചർച്ച കഴിയുമ്പോൾ ഓരോന്നും നോക്കിയിട്ട് ഇതിൻ്റെ കരട് തയ്യാറാക്കി. ആ കരട് തയ്യാറാക്കിയിട്ട് അതിനകത്തെ ഭേദഗതികൾ നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അത് അദ്ദേഹം തന്നെയാണ് അവസാനം അത് ഫൈനലായിട്ട് രൂപകൽപ്പന ചെയ്ത് ഇത് പുറത്തേക്ക് ഇറക്കുന്നത്. അതൊരു വലിയ സംഭവമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ ഇന്നത്തെ ഇതുവരെയുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന മൂലമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരിക്കലും കാണില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ ഈ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഒരു ചർച്ച വന്നു, ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം. നോക്കിയപ്പോൾ അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവിടെ വലിയ തർക്കമായി. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ച പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ മൗണ്ട് ബാറ്റൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞു എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ്. കാരണം നൊന്തത് ഗാന്ധിജിക്കാണ്, വേറെ ആരും നൊന്തവരല്ല അതിനകത്ത്. അതാണ് പ്രശ്നം. അപ്പോൾ ബാക്കി തർക്കിക്കാൻ വരുന്നവർ ഒക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവരാണ്, അല്ലാതെ ഈ നൊന്തവരല്ല. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു എത്രയും മുമ്പേ കിട്ടണം. ശരി, എന്നാൽ ആഗസ്റ്റ് 14 അർദ്ധരാത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ലാതെ അങ്ങ് സമ്മതിച്ചു. ആഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 15 തുടക്കമാണെന്ന് അന്ന് ഈ വിഡ്ഢികൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അന്ന് മൗണ്ട് ബാറ്റൻ പറഞ്ഞ ഒരു വാചകമുണ്ട് കേട്ടോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ തീരുമാനം കഴിഞ്ഞതിന് ശേഷം, ഇത്രത്തോളം അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു ജനതയുള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ഒരു മേൽഗതി ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ട് പോയത്. സത്യം അതാണ്. ഇന്ന് ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്തല്ലേ നമ്മൾ പല ആളുകളും നടക്കുന്നത്. അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഈ ജനതയ്ക്ക് പറ്റിയതല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണ്ടേ. അത് ഈ 75-ാം വർഷത്തിന് ശേഷവും ഭരണഘടന വന്നതിന് ശേഷവും അത് മാറിയിട്ടില്ല. അന്ന് ഭരണഘടന വരുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭരണഘടന മൂലം എന്തെങ്കിലും മോശത്തരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു, നമ്മുടെ രാജ്യത്തുണ്ടാകുന്നെങ്കിൽ അത് ഈ ഭരണഘടനയുടെ കുഴപ്പമല്ല, അത് കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരായതുകൊണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു. എത്രയോ ശരിയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ തുല്യതയുണ്ട്. നമ്മുടെ ഭരണഘടന മൂലം തുല്യത ഉണ്ടാവും. എവിടെ? രാഷ്ട്രീയത്തിൽ തുല്യത ഉണ്ടാവും. പക്ഷേ സാമ്പത്തികമായും സാമൂഹ്യമായും തുല്യത ഉണ്ടാവുന്ന ഒരു പ്രശ്നമേ ഇല്ല, പോകുന്നില്ല, നമ്മൾ മനസ്സ് വെച്ചില്ലെങ്കിൽ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഹോളി ബുക്കായിട്ട് നമ്മൾ കണക്കാക്കണം. അത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളാണ്, നമ്മുടെ പരിശുദ്ധ ഖുറാനാണ്, നമ്മുടെ ഭഗവത്ഗീതയാണ്, ഗുരുഗ്രന്ഥ സാഹിബാണ്. ഇതൊക്കെ ഒന്ന് കണക്കാക്കണം, മനസ്സിലാക്കണം. ഈ ഭരണഘടന ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. എല്ലാ മതങ്ങളുടെയും എല്ലാ മതവിശ്വാസങ്ങളുടെയും അതിൻ്റെ തത്വങ്ങളെല്ലാം സാംശീകരിച്ചെടുത്ത് നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളതാണ്. ഇത്രത്തോളം ബൃഹത്തായ ഒരു ഭരണഘടന ലോകത്ത് വേറെയില്ല. 389 ആർട്ടിക്കിളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. ഇത്രത്തോളം എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന. അത് ബ്രിട്ടീഷുകാരനൊന്നും ചമച്ച് നമുക്ക് പറഞ്ഞ് കൊടുത്ത് ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ എഴുതിയെടുത്തതല്ല ഈ സാധനം. ഇത് മനസ്സിലാക്കണം. അത്രത്തോളം ബൃഹത്തായ ഒരു ജീവസുറ്റ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന.